സന്തോഷ് കൂളായി രാജ്യം വിട്ടു, ഞെട്ടൽ മാറാതെ പോലീസ്. മെയ് 27, അതായത് 2026 മെയ് 27 പിണറായി വിജയന്റെ വീടിലടക്കം 10 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയത്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് വെച്ച് CPIM, DYFI, SFI പ്രവർത്തകർ ആക്രമിച്ചു. ആ ആക്രമിച്ച പ്രതികളിൽ 25ഓളം പ്രതികൾ ഇപ്പോൾ ജാമ്യം ലഭിക്കാതെ ഉള്ളിൽ കിടക്കുകയാണ്. അതായത് തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇവരിൽ പലർക്കും ജാമ്യം നൽകാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം 6ാം പ്രതി കിരൺ, 8ാം പ്രതി ഷബീബ്, 7ാം പ്രതി വൈശാഖ് എന്നിവർ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതി നിരസിക്കുകയായിരുന്നു. രാജ്യദ്രോഹമടക്കമുള്ള കുറ്റം ഇവർക്കെതിരെ നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. എന്നാൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നിരിക്കുന്നു. പാളയം സന്തോഷ് എന്ന് പറയുന്ന ഒരാളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നേരിട്ട് ആക്രമിച്ചവരിൽ പ്രധാനി. ഇപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന 25 പേർ ED സഞ്ചരിച്ച വാഹനങ്ങൾ അടിച്ച് തകർത്ത്, അതായത് EDയെ നേരിട്ട് ആക്രമിച്ച സംഘത്തിൽപ്പെട്ടവരാണ്, IP ബിനു അടക്കമുള്ളവർ. അപ്പോൾ അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനിയാണ് CPM നേതാവായിട്ടുള്ള പാളയം സന്തോഷ്. പാളയം സന്തോഷിനെ കണ്ടുപിടിക്കാനായി പോലീസ് മെയ് 27-ാം തീയതി മുതൽ ശ്രമം തുടങ്ങുകയാണ്. പോലീസുകാർ പല രീതിയിൽ പാളയം സന്തോഷിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. CPM നേതാക്കളുമായി ചർച്ച നടത്തി. പാളയം രാജേഷ് എവിടെയുണ്ട് എന്നുള്ള കാര്യം അറിയാമോ എന്ന് ചോദിച്ചു. അവരൊക്കെ തന്നെ കൈമലർത്തി. അതായത് മെയ് 27-ാം തീയതി പാളയം സന്തോഷ് ഒളിവിൽ പോയി. അതേ തുടർന്ന് പോലീസ്, അതായത് ക്രൈംബ്രാഞ്ചിന്റെയും സൈബർ സെല്ലിന്റെയും ആഭിമുഖ്യത്തിൽ പാളയം സന്തോഷിനെ പിടികൂടാനായി 30 അംഗ സംഘത്തെ നിയോഗിച്ചു. ഇവർ രാത്രിയും പകലും കണ്ണിൽ എണ്ണയൊഴിച്ച് എവിടെയാണ് പാളയം സന്തോഷ് എന്ന് തിരക്കി നടക്കുകയായിരുന്നു. ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. പാളയം സന്തോഷിനെ കണ്ടാലുടൻ തന്നെ പോലീസിനെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും അടക്കം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പക്ഷേ ഈ 30 അംഗ സംഘത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട്, ഈ 30 അംഗ സംഘത്തെ അന്താളിപ്പിച്ചുകൊണ്ട് പാളയം സന്തോഷ് ഇന്ത്യ വിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പാളയം സന്തോഷ് ഇത്രയും 30 അംഗ സംഘം കണ്ണിലെണ്ണയൊഴിച്ച് എവിടെയാണ് സന്തോഷ് എന്ന് തപ്പി നടക്കുമ്പോൾ അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് വിദേശത്തേക്ക് കടന്നിരിക്കുകയാണ്? ഏത് രാജ്യമാണ് എന്നതിനെ കുറിച്ച് അറിയില്ല, ഏത് രാജ്യത്തിലേക്കാണ് സന്തോഷ് പോയതെന്ന് അറിയില്ല. പക്ഷേ പോലീസ് ഒരു കാര്യം ഉറപ്പിക്കുന്നു, പാളയം സന്തോഷ് ഇന്ത്യ വിട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 30 അംഗ സംഘം എന്ന് പറയുന്നത് ഈ പാളയം രാജേഷിന് വേണ്ടി മാത്രം, പാളയം രാജേഷിനെ കണ്ടെത്താൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. പക്ഷെ ഇവിടെ എവിടെയോ ഒരു രാഷ്ട്രീയ അട്ടിമറി നടന്നിരിക്കുന്നു. അല്ലാതെ ഈ 30 അംഗ സംഘത്തിന്റെയും കേരള പോലീസിന്റെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് ഈ പാളയം രാജേഷിന് രാജ്യം വിടാനാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീർച്ചയായും രാഷ്ട്രീയ തലത്തിലും പോലീസ് തലത്തിലും പാളയം സന്തോഷിന് കൃത്യമായി എവിടെ നിന്നെങ്കിലും രഹസ്യമായ സഹായം ലഭിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും പാളയം സന്തോഷിന്, പ്രത്യേകിച്ച് നമ്മുടെ കേരള പോലീസിന് അറിയാമല്ലോ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പോലീസാണ്. ആ മികച്ച പോലീസിനെ കണ്ണു വെട്ടിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും തന്നെ അന്വേഷിച്ചുകൊണ്ട് 30 അംഗ സംഘം തൊട്ടു പിന്നാലെ ഉണ്ട് എന്ന് ബോധ്യമുള്ള പാളയം സന്തോഷ് എങ്ങനെയാണ് ഈ പഴുതുകൾ, ഏത് പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? ആരുടെ സഹായത്താലാണ് രക്ഷപ്പെട്ടത്? ഏതെങ്കിലും ഉന്നത പോലീസ് അധികാരികളും CPM നേതാക്കളും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണോ ഇങ്ങനെ സുരക്ഷിതമായിട്ടുള്ള ഒരു ക്രിമിനൽ പ്രതി രക്ഷപ്പെട്ടത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെയും സൈബർ വിങ്ങിന്റെയും 30 അംഗ സംഘത്തെയും വെട്ടിച്ചുകൊണ്ട്, അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്, അവരുടെ കണ്ണിൽ മുളക് പൊടി വാരിയിട്ടുകൊണ്ട് അതാ സന്തോഷ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കബളിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. എങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രസക്തമായ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ്. അല്ലാതെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി KSRTC സ്റ്റാൻഡിലെ
തൂണിലൊട്ടിച്ചാൽ പോരാ. എങ്ങനെയാണ് സന്തോഷ് ഇന്ത്യ വിട്ടത് എന്ന് ഇവിടുത്തെ പോലീസ് വ്യക്തമാക്കണം. അവർക്കതിനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. മെയ് 27 മുതൽ ഇന്ന് ജൂൺ 26. ഇത്രയും ദിവസം ഈ സംഘം അന്വേഷിച്ചിട്ടും എവിടെയായിരുന്നു പാളയം സന്തോഷ്? അവർക്ക് എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല? എത്ര അവസരങ്ങളുണ്ടായിരുന്നു? ഈ സംഘം എന്തുകൊണ്ടാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്യാതെ പോയത്? എന്തെങ്കിലും സമ്മർദ്ദം ഇവരുടെ മുകളിലുണ്ടായിരുന്നു? ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമ്മർദ്ദം ഈ 30 അംഗ സംഘത്തിന് മേലുണ്ടായിരുന്നു. രാഷ്ട്രീയമായ സമ്മർദ്ദം ഈ 30 അംഗ സംഘത്തിന് മേലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. അങ്ങനെയുണ്ടെങ്കിൽ ആരാണ് സമ്മർദ്ദം ചെലുത്തിയത്? അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ കടമയാണ്. അതുകൊണ്ട് പാളയം രാജേഷിനെ ഇന്ത്യ വിടാൻ സമ്മതിച്ച, ഇന്ത്യ വിടാൻ രഹസ്യമായി പ്രേരിപ്പിച്ച, ഇന്ത്യ വിടാൻ രഹസ്യമായി സഹായം ചെയ്തു കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് കാക്കിയണിഞ്ഞവരായാലും ചെങ്കുടി പിടിക്കുന്നവരായാലും ആരായാലും, പാളയം സന്തോഷിനെ ഇന്ത്യ വിടാൻ അനുവദിച്ചവരിൽ ഒരാളെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കാതെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. പാളയം സന്തോഷിനെ മാത്രമല്ല ഇവിടെ ശിക്ഷിക്കേണ്ടത്. കാരണം അയാളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും പാളയം സന്തോഷിനെ പോലെ തന്നെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്നലെ നടക്കുകയുണ്ടായി. അതായത് 2 FIR-കളാണ് ഈ ED-യെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ED-യെ ആക്രമിച്ച കേസിലെ ഒരു FIR, 2 പോലീസുകാരെ ആക്രമിച്ച കേസിലെ ഒരു FIR. അങ്ങനെ 2 FIR-കളുണ്ട് ഈ കേസിൽ. ഇതിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ SFI ജില്ലാ പ്രസിഡന്റ് വിജേഷിന് ജാമ്യം അനുവദിച്ചു. മറ്റുള്ളവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നില്ല. അതായത് ED-യെ ആക്രമിച്ച കേസിലെ FIR-ൽപ്പെട്ട പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നില്ല. അതിൽ IP ബിനുണ്ട്, അതുപോലെ തന്നെ നിരവധി CPM-ന്റെയും SFI-യുടെയും DYFI-യുടെയും പ്രാദേശിക നേതാക്കളുണ്ട്. പക്ഷേ ഇന്നലെ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ED-യെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യം കിട്ടി എന്നുള്ളതാണ്. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള, കഴിഞ്ഞ പിണറായി സർക്കാർ നിയമിച്ച ഗീനാകുമാരി എന്ന് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മൗനമാണ്, അവരുടെ നിലപാടാണ് ED ആക്രമിച്ച കേസിലെ പ്രതിയായിട്ടുള്ള 9ാം പ്രതി ഹരീഷ് കുമാർ രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം. പോലീസിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു നിലപാട്. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഈ ഒരു നിലപാട് പോലീസിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ED-യെ ആക്രമിച്ചു എന്ന കേസിലെ ജയിലിൽ കഴിയുന്ന പ്രതികൾ വീണ്ടും ജാമ്യാപേക്ഷയുമായി വന്നാൽ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നയം മൂലം അവരും രക്ഷപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ പഴുതടയ്ക്കാൻ വേണ്ടി ഇന്നലെ അന്വേഷണ സംഘം DGP-ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അടിയന്തരമായി ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയില്ല എങ്കിൽ ഈ പറയുന്ന കേസുകൾ ഓരോന്നോരോന്നായി നിർജീവമായി വരും. അതുകൊണ്ട് അടിയന്തരമായി പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റുക. ED-യെ ആക്രമിച്ച കേസിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത് എന്ന് ഓർക്കണം. അതിനു മുൻപ് ജാമ്യാപേക്ഷ നൽകിയ മുഴുവൻ പേരുടെയും ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് കോടതി പറഞ്ഞത് ഇത് രാജ്യദ്രോഹ കുറ്റമടക്കം നിലനിൽക്കുമെന്നാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞത്. ആ കോടതിയിൽ നിന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആക്രമിച്ച ഈ 9ാം പ്രതിയായ ഹരീഷ് കുമാറിന് ഇന്നലെ ജാമ്യം ലഭിച്ചത്. എന്തുകൊണ്ട്? ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പക്ഷപാതപരമായിട്ടുള്ള നിലപാട് മൂലം. അതുകൊണ്ട് അവരെ അടിയന്തരമായി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം DGP-യെ സമീപിച്ചിരിക്കുകയാണ്. DGP-യുടെ നിലപാടിന് അനുസരിച്ചിരിക്കും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ വേണയോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. മാത്രമല്ല പല രാഷ്ട്രീയ ഇടപെടലുകളും പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഗീനാകുമാരി പഴയ SFI-കാരിയാണ്. ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി കഴിഞ്ഞ പിണറായി സർക്കാർ ഈ പബ്ലിക് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന പദവിയിലേക്ക് അവരെ നിയമിക്കുന്നതിൽ ആ ഒരു മാനദണ്ഡം കൂടി പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അപ്പോൾ അന്വേഷണ സംഘം പറയുന്നത് ഗീനാകുമാരി ഈ ഒരു പൊസിഷനിൽ, പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന ആ പൊസിഷനിൽ വീണ്ടും തുടർന്നാൽ ED-യെ ആക്രമിച്ച, രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്താൻ കഴിയുന്ന ED-യെ ആക്രമിച്ച പ്രതികളെ വീണ്ടും രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ പഴുതടച്ചുകൊണ്ട് അന്വേഷണ സംഘം DGP-ക്ക് മുൻപാകെ എത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇവിടെ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, സന്തോഷ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാളയം സന്തോഷ് എന്ന് പറയുന്ന ആ ഒരു ഈ കേസിലെ ED-യെ ആക്രമിച്ച ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രതി, ആ പ്രതി നമ്മുടെ പോലീസിനെ വഞ്ചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഈ 30 അംഗ സംഘത്തെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് പാളയം സന്തോഷ്
വളരെ വിദഗ്ധമായി കൂളായി രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ED ആക്രമിച്ച കേസിൽ ആദ്യമായിട്ട് ഒരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നു. ആ അന്വേഷണ സംഘം പറയുന്നതനുസരിച്ചാണെങ്കിൽ അത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുള്ള മെല്ലപ്പോക്കും വിട്ടുവീഴ്ച നയവും കൊണ്ടാണ്. അതുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റുക. മറ്റൊന്ന്, എന്താണ് ഇവിടെ സംഭവിച്ചത്, സന്തോഷ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ഇതിൽ പോലീസിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാരുടെയോ സ്വാധീനമുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക എന്നതാണ് ഇതിനുള്ള പ്രതിവിധി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.